ഹലോ, ഇന്ന് നമ്മൾ ഒരു തുർക്കിഷ് ഐറ്റമാണ് ചെയ്യുന്നത്. പിറ്റ ബ്രെഡ്. നമ്മൾ ഏകദേശം നമ്മുടെ കുബൂസിൻ്റെ അതുപോലെയൊക്കെ വരും, പക്ഷേ പക്ക കുബൂസ് അല്ല, ഒരു തുർക്കിഷ് ഐറ്റമാണ്. വളരെ ടേസ്റ്റിയാണ്. മാത്രമല്ല പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ ഈസിയാണ്. കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ ഒരു 1/4 കപ്പ് പാല് ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. പാല് തന്നെ വേണം, നിർബന്ധമല്ല, പാലായാൽ നല്ലതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് അടച്ചു വെക്കുക. പാൽ ഒരിളം ചൂടുള്ള പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോഴേ ശരിക്കും ഈസ്റ്റ് ഒന്ന് വർക്കൗട്ട് ആവുള്ളൂ. ഇപ്പം നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ നന്നായിട്ട് ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ കൂട്ടുണ്ടല്ലോ, അതിലാണിത് കുഴച്ചെടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ കൂട്ടൊഴിച്ചിട്ട് വേണം ഈ മൈദ കുഴച്ചെടുക്കാൻ. കുറേശ്ശെ ഒഴിക്കുക. പക്ഷേ 1/4 കപ്പ് പാലെടുത്തു കഴിഞ്ഞാൽ 1 കപ്പ് മൈദയ്ക്ക് കറക്റ്റ് ആയിരിക്കും. എങ്കിൽ പോലും നമ്മൾ ഒരുമിച്ച് അങ്ങ് ഒഴിക്കണ്ട. കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ചപ്പാത്തിയുടെയൊക്കെ അത്ര തന്നെ കട്ടി വേണ്ട, കുറച്ചും കൂടി ഒന്ന് ലൂസായി ഇരുന്നോട്ടെ. കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കുട്ടികളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ഐറ്റം ആയിരിക്കും ഇത്. ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതിൻ്റെ പുറം ഭാഗത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആക്കിയതിന് ശേഷം ഒന്ന് തടവിയതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെക്കുകയാണ്. 1 മണിക്കൂർ സമയമെടുക്കും ഒന്ന് പൊങ്ങി വരാൻ. ഇതിൻ്റെ ഇരട്ടിയായിട്ട് പൊങ്ങി വരും ഇത്. മാക്സിമം വെളിച്ചെണ്ണ ഒഴിവാക്കാൻ നോക്കുക. വെജിറ്റബിൾ ഓയിൽ വേറെ ഏതെങ്കിലും എടുക്കാൻ നോക്കുക. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ. അങ്ങനെ ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതിൻ്റെ ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് സമയം കുഴക്കൊന്നും വേണ്ട. ഇതിങ്ങനെ ബബിളായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് ബലം കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഫസ്റ്റ് കുഴയ്ക്കുമ്പോൾ നല്ല ബലം കൊടുത്ത് കുഴയ്ക്കുക. ഇനിയിപ്പോൾ അങ്ങനെ സോഫ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. ഇനി ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് പരത്തിയെടുക്കണം, ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ. പക്ഷേ ചപ്പാത്തിയുടെ അത്ര ചെറുതാക്കണ്ട, കുറച്ചുകൂടി വലുതായിട്ട് തന്നെ ഇരുന്നോട്ടെ. കാരണം പിറ്റ ബ്രെഡ് കുറച്ചൊന്ന് കട്ടിയിലാണ് ഉണ്ടായിരിക്കുക, അപ്പോൾ കുബൂസൊക്കെ പോലെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരുപാടങ്ങ് കനം കുറച്ച് പരത്തും വേണ്ട, കുറച്ച് കട്ടിയിൽ വേണം പരത്താൻ. ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ട് ഇപ്പം എനിക്കിതാ ഏകദേശം 6 എണ്ണമാണ് കിട്ടിയത്. ശരിക്കും നല്ല കട്ടിയിൽ കുറച്ചും കൂടി നല്ല വലുപ്പത്തിലാണ് ചെയ്യണതെങ്കിൽ 5 എണ്ണേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ 6 എണ്ണമാണ് ആക്കിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓരോന്നും ഇങ്ങനെ റോൾ ചെയ്ത് നമുക്ക് പരത്തിയെടുക്കണമല്ലോ അത്. അപ്പോൾ അതിന് വേണ്ടി റെഡിയാക്കി എടുക്കുക. സാധാരണ പോലെ നമ്മളിപ്പോൾ പത്തിരിയൊക്കെ പരത്തുന്ന പോലെ തന്നെ. ഒരുപാട് കട്ടി കുറയ്ക്കരുത്, കുറച്ച് കട്ടിയിൽ വേണം ഉണ്ടാക്കാൻ, കുബൂസിൻ്റെയൊക്കെ പോലെ. പക്ഷേ കുബൂസിനേക്കാൾ എത്രയോ ടേസ്റ്റാണ് ഈ സംഭവം, നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ മൈദ വെതറിയിട്ട് പരത്തിയെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരുപാടങ്ങ് പരത്തണ്ട. ഞാൻ ഒരുപാടങ്ങ് കട്ടി കുറച്ച് പരത്തണ്ട. ഇനിയിപ്പോൾ ഇതിൽ വലുത് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ എൻ്റെ പരത്തുന്ന ഈ പലക കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് അങ്ങ് ചെറുതാക്കി എടുത്തു എന്നേ ഉള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ കട്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ചപ്പാത്തിയുടെ അത്ര തന്നെ കനം കുറയ്ക്കണ്ട, കുറച്ച് കനത്തിലിരുന്നോട്ടെ. മാത്രമല്ല ഇനി ഇത് ചുടുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. കാരണം ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ളതല്ല, അപ്പോൾ ഒന്നുകൂടി ഒന്ന് പൊങ്ങും, കുബൂസ് പോലെയൊക്കെ അങ്ങനെ ആവും. അടുപ്പിൽ തന്നെയാണ് നമ്മൾ, സ്റ്റൗവിൽ തന്നെയാണ് ചെയ്യുന്നത്, മൈക്രോവേവിലൊന്നുമല്ല.
എല്ലാം ഇങ്ങനെ പരത്തിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പരത്തിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണം. കാരണം അതിങ്ങനെ തമ്മിൽ ഒട്ടിപ്പോവും. മൈദയാണ്, മാത്രമല്ല നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തമ്മിൽ ഒട്ടി അങ്ങ് പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചുടാനുള്ള പരിപാടികളാണ്. ഓയിലൊന്നും യൂസ് ചെയ്യണ്ട. വെറുതെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്നത് പോലെ, പ്ലെയിൻ ചപ്പാത്തി ചുടുന്നത് പോലെ ചുട്ടാൽ മതി. പെട്ടെന്ന് തന്നെ ആവും. തിരിച്ചും മറിച്ചൊക്കെ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുക. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ളത് കാരണം അത് പെട്ടെന്ന് പൊങ്ങും. അത്യാവശ്യം നല്ലതായിട്ട് ബബിളായിട്ട് വരും. നല്ലതായിട്ട് പൊങ്ങി വരും. നമുക്ക് 2 ലെയറാക്കി തന്നെ എടുക്കാൻ പറ്റും. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമ്മളിനി ബട്ടറും കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് സമയമൊന്നും വേണ്ട അതിന്. നമ്മൾ കട്ടിയുള്ളത് കാരണം നമ്മൾ വിചാരിക്കും ഒരുപാട് സമയം വേണമെന്ന്. പക്ഷേ ഒരുപാട് സമയം വേണ്ട. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ആയി വരും. നമ്മൾ കുറച്ച് ബട്ടറും കൂടിയും ചേർക്കുന്നുണ്ട്. ബട്ടർ, അതുപോലെ കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില, അതുപോലെ ചില്ലി ഫ്ലേക്സ്, ഇത്രയും ചേർത്തിട്ട് വേണം നമ്മളിത് കഴിക്കാൻ. റോൾ ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഇനി ഇതിൻ്റെ കൂടെ ഇപ്പോൾ പിന്നെ ഫ്രൈഡ് ചിക്കനോ അല്ലെങ്കിൽ ഗ്രിൽ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഓക്കെയാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന്, ഇപ്പോൾ ചോറ് കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനൊക്കെ നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. നമ്മളിപ്പോൾ 1 മണിക്കൂർ രാവിലെയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് കുഴച്ച് വെക്കാൻ പറ്റും. കുഴച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ ആവും ബാക്കി പണികൾ ചെയ്യുമ്പോഴേക്ക്. ഇനി നമ്മളിതിലേക്ക് വേണ്ട വേറെ കുറച്ച് പണികളുണ്ട്. ബട്ടറാണ് ഞാൻ. ബട്ടർ ഉരുക്കിയിട്ട് ഒഴിച്ച് കൊടുത്താലും മതി. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഇത് ചുട്ട് കഴിഞ്ഞിട്ട് ആ ചൂടോടെ തന്നെ ബട്ടറിൻ്റെ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ആ ചൂടിൽ കിടന്ന് ഉരുകിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തത് ഒരെണ്ണം നമ്മളിതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ അത് ഉരുകി എല്ലായിടത്തും അങ്ങ് എത്തിക്കോളും. ബട്ടർ ഉരുക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ബട്ടർ ഉരുക്കി ഒഴിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ഇടുന്നത്. നമ്മൾ ഇടിച്ച മുളക്, അത് ഞാൻ മുളക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് എടുക്കുമ്പം ഇതടക്കം അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കുക. അപ്പോൾ ഞാൻ അടുത്തൊരെണ്ണം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബട്ടറൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ബട്ടർ നല്ല ഇഷ്ടമുള്ളവർക്ക് നല്ലതായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതുപോലെ ചെറിയ കുട്ടികളുള്ളവർക്ക് മുളക് ഒഴിവാക്കുക. പക്ഷെ ബട്ടറൊക്കെ നന്നായിട്ട് ഉണ്ടായാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. മാവിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്നതും പിന്നെ ബട്ടറും എല്ലാം കൂടിയായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ചെയ്യണത് പോലെ. പിന്നെ അത് ഉരുകാനൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അതിൻ്റെ മേലെ വീണ്ടും ചൂടുള്ള ബ്രെഡ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉരുകിക്കോളും. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഉരുകി പെട്ടെന്ന് ഉരുകുമല്ലോ, ബട്ടർ പെട്ടെന്ന് ഉരുകും. നമ്മളിപ്പോൾ ഇത് ഉരുക്കി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാത്രത്തിൽ വെച്ച് ചൂടാക്കി അങ്ങനെയൊക്കെ ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയ പീസ് അങ്ങ് അതിൻ്റെ ഉള്ളിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുക. എല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക. അതാ ഇതുപോലെ ഇങ്ങനെ ലെയറായിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാനെടുക്കുമ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെയാണോ ആവശ്യം എന്ന് വെച്ചാൽ ഓരോന്ന് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. റോൾ ചെയ്തിട്ടോ വെറുതെ ചുമ്മാ ഒരു മടക്കിയിട്ടൊക്കെ എടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, ചുട്ട് കഴിഞ്ഞപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ തന്നെ കുറച്ച് കട്ടിയിലാണ്, ചുടുമ്പോൾ ഒന്നുകൂടി കട്ടി കൂടും. അപ്പോൾ ഞാൻ ഈ ചെയ്യണത് പോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ അതിങ്ങനെ കഴിക്കാൻ ഈസിയാണ്. അപ്പോൾ ബട്ടറൊക്കെ എല്ലായിടത്തും സ്പ്രെഡായി എത്തിയിട്ടുണ്ട്. ശരിക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ രാവിലെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ്. കാരണം ബട്ടറൊക്കെ ഉള്ളത് കാരണം
കുറച്ചുകൂടി കുട്ടികൾക്ക് എനർജറ്റിക് ആയിരിക്കാൻ നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്